നമസ്കാരം. ഗ്രാമപ്പോരിലേക്ക് സ്വാഗതം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് നടക്കാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ട്രയലാണ്. ഇതിൽ വിജയമുറപ്പിക്കാനായാൽ തിരഞ്ഞെടുപ്പ് ട്രെൻഡ് മനസ്സിലാക്കാൻ കോൺഗ്രസിന് സാധിക്കും. അതുകൊണ്ട് തന്നെ മറ്റു മുന്നണികളെക്കാൾ വളരെ പ്രാധാന്യത്തോടെയാണ് കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒന്നിനൊന്ന് മികച്ച സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നേരത്തെ തന്നെ തീരുമാനിച്ച് പ്രചരണം തുടങ്ങിയത്. ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് നോക്കിയാൽ പൊതുവെ കാണാൻ കഴിയുന്നത് ജൻസികളുടെ നീണ്ട നിരയാണ്. KSUവിലെയും യൂത്ത് കോൺഗ്രസിന്റെയും ശക്തരായ യുവ നേതാക്കൾക്കൊപ്പം സാധാരണക്കാരും വ്യത്യസ്തരുമായ നിരവധി യുവ സ്ഥാനാർത്ഥികളും പട്ടികയിലുണ്ട്. ഇവരിൽ നിരവധി പേരെക്കുറിച്ച് ഇതിനകം തന്നെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇക്കൂട്ടത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ചിലരുണ്ട്. അതിലൊരാളാണ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലെ സ്ഥിരം മുഖമായ KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ. അതെ, ഗോപു നെയ്യാറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഗ്രാമപ്പോരിൽ സംസാരിക്കാൻ പോകുന്നത്. പഴയ പൂവച്ചൽ ഡിവിഷനിലെ കള്ളിക്കാട് പഞ്ചായത്തിലെ 14 വാർഡും പൂവച്ചലിലെ 8 വാർഡും ഒഴിവാക്കിയുള്ളതാണ് പുതിയ പൂവച്ചൽ ഡിവിഷൻ. കാട്ടാക്കട പഞ്ചായത്തിലെ 24 വാർഡുകളും പൂവച്ചൽ പഞ്ചായത്തിലെ 16 വാർഡുകളും ഉൾപ്പെടെ 40 വാർഡുകൾ ഡിവിഷനിലുണ്ട്. നിലവിൽ LDFന്റെ സിറ്റിംഗ് സീറ്റായ പൂവച്ചൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തിരിച്ചുപിടിക്കാനാണ് UDF ഇത്തവണ ഗോപു നെയ്യാറിനെ തന്നെ രംഗത്തിറക്കിയത്. CPIയിലെ V രാധിക, NDAയുടെ അഭിഭാഷകനായ ശ്യാം ലൈജു LS എന്നിവർക്കെതിരെയാണ് ഗോപു ജനവിധി തേടുന്നത്. കള്ളിക്കാട് പഞ്ചായത്തിലെ നെയ്യാർ ഡാം സ്വദേശിയായ ഗോപു നെയ്യാറിന് ഇത് കന്നി മത്സരമാണ്. മലയങ്കീഴ് ITIയിൽ നിന്നും സർവേയർ കോഴ്സ് പാസ്സായ ഗോപു ഇപ്പോൾ ജനസേവനത്തിനാണ് ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത്. 2021 KSU ജില്ലാ സെക്രട്ടറിയായും ജില്ലാ പ്രസിഡന്റുമായിരുന്നു ഗോപു നെയ്യാർ. വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായ 60 ദിവസത്തോളം ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട് ഈ സമര പോരാട്ടങ്ങളിലെ മുൻനിര നായകനായ ഗോപു. LDF സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ കീം പരീക്ഷ അട്ടിമറിച്ച് അന്യസംസ്ഥാന വിദ്യാഭ്യാസ ലോബിയെ സഹായിക്കുന്നതിനെതിരെ പോരാടിയ ഗോപു നെയ്യാറിനും പ്രവർത്തകർക്കും 6 ദിവസത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. സർവകലാശാലയെ കാവ്യവൽക്കരിച്ച മുൻ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചതിന് ഗോപു നെയ്യാർ അടക്കമുള്ള KSU ഭാരവാഹികൾക്ക് നേരെ RSS യുവമോർച്ച ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടാകുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിന്റെ വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി തലസ്ഥാനത്തെ തെരുവോരങ്ങളിൽ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഗോപു നെയ്യാർ എന്തുകൊണ്ടും ഒരു ജനപ്രതിനിധിയാകാൻ യോഗ്യനാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തലുകളുണ്ട്. ഈ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗോപു നെയ്യാറിനെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കോൺഗ്രസ് ഇറക്കിയതും. SFI അടക്കി വാണിരുന്ന തിരുവനന്തപുരം ജില്ലയിലെ കലാലയങ്ങളിൽ നടന്ന യൂണിയൻ തിരഞ്ഞെടുപ്പിൽ KSU മികച്ച വിജയം നേടുന്നതിന് പിന്നിൽ ചുക്കാൻ പിടിച്ചതും ഗോപു നെയ്യാറാണ്. എന്തിന് ഇടത് സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ജനദ്രോഹങ്ങൾക്കും അഴിമതിക്കുമെതിരെയുള്ള സമരങ്ങളും പോരാട്ടങ്ങളിലും മുന്നിലുണ്ടാകും KSUവിന്റെ ഈ യുവ നേതാവ്. എന്തിന് ജനങ്ങൾക്ക് വേണ്ടിയും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നടത്തിയ സമര പോരാട്ടങ്ങളിൽ ഗോപു നെയ്യാർ അനുഭവിക്കേണ്ടി വന്നത് പോലീസിന്റെ കൊടിയ ആക്രമണങ്ങളും ജയിൽവാസവുമാണ്. സംഘപരിവാറിന്റെ കൈകൊടുത്ത നിങ്ങൾക്കെതിരെ പ്രതിരോധത്തിന്റെ കൈകൾ ഉയർത്തി തെരുവിലുണ്ടാകുമെന്ന് LDF സർക്കാരിനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ നേരിടേണ്ടി വന്ന പ്രത്യാഘാതങ്ങളെ നെഞ്ചും വിരിച്ചു നിന്ന് നേരിട്ട ഗോപു നെയ്യാർ ഇക്കാലം അത്രയും പ്രസ്ഥാനം തന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണ ആത്മാർത്ഥതയോടെ നിറവേറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയായി പൂവച്ചൽ ഡിവിഷൻ തിരിച്ചുപിടിക്കാനുള്ള പുതിയ ദൗത്യമാണ് കോൺഗ്രസ് ഗോപു നെയ്യാറിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഗോപു നെയ്യാറിന്റെ പ്രവർത്തന മികവിനും ജനസേവനത്തിനും പാർട്ടി നേതൃത്വം നൽകിയ അംഗീകാരം തന്നെയാണ് പുതിയ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം എന്നതിൽ സംശയമില്ല. എന്തായാലും ഗോപു നെയ്യാറിനെ പോലെയുള്ള ശക്തരായ നേതാക്കൾ തന്നെയാണ് ജനപ്രതിനിധികളാകാൻ യോഗ്യർ. അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാതെ സമരങ്ങളിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇന്ന് തെരുവിൽ ഗോപു നെയ്യാർ ഉയർത്തുന്ന ശബ്ദം നാളെ കേരള നിയമസഭയിലും ലോക്സഭയിലും ഉയരണം. അതിനുള്ള ആദ്യ അവസരമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ.